എപ്പോ തീരുമാനിച്ചു പൊങ്കാലയ്ക്ക് വരണോ? അമ്മേനെ കാണുന്നു, നേരിട്ട് വന്ന് കണ്ടു ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരു തടസ്സം ഇതുവരെ വന്നിട്ടില്ല. ഇനി അനുഗ്രഹിക്കുന്നു വിചാരിക്കുന്ന അമ്മ അനുഗ്രഹിക്കും ഞങ്ങള്. എങ്ങനെയുണ്ട് തിരുവനന്തപുരത്തിന്റെ ഒരു ആതിഥ്യം? ഭയങ്കര സന്തോഷമായി. ഇത്ര കാലം വരാത്തിൽ ഞങ്ങൾക്ക് സങ്കടം. എല്ലാരും കാണുന്നതാണ്. നാട്ടിലൊക്കെ എല്ലാരും ടി വിയിൽ കാണുന്നുണ്ടോ ലൈവായിട്ട്? ഇത്ര നാൾ വരാത്തിൽ നഷ്ടം, സങ്കടം വരെ ഇപ്പൊ വരാണ്ടിരുന്നില്ല. ഇത്രയും കാലം അങ്ങ് മിസ്സായി പോയല്ലേ? ഓ ഭയങ്കര മിസ്സായിട്ട് ഇവിടെ വന്നപ്പോഴേ സത്യം പറഞ്ഞ സങ്കടം വന്നു. നമ്മള് വരാത്തതില് സന്തോഷമായി. അമ്മയെ പോയി തൊഴുതോ? പക്ഷെ ഉള്ളിലേക്ക് പോവാൻ പറ്റില്ല. ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് പോവാന്ന് ചോദിച്ചോളാം. പൊങ്കാലൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് പോയി തൊഴുത് വരിക, അതൊക്കെ രീതി. രാത്രിയെ പോവുള്ളൂ. പോണം. നിവേദ്യം അർപ്പിക്കുന്ന ഒരു സമയം 1 മണി വരെ സമയം ഉണ്ടല്ലോ, അപ്പൊ അതിനിടയ്ക്ക് പോയി തൊഴുത് വരാൻ. എന്നാ അമ്മ മിണ്ടാതിരിക്കുന്നത്? പറയണം. എല്ലാവരും അതെല്ലാം പറയണ. ഭക്ഷണമൊക്കെ കഴിച്ചോണ്ടിരിക്കും. ഇവിടെ അപ്പൊ ഞങ്ങള് ചാലക്കുടിക്കാര് എവിടുന്ന് ഇവിടെ അന്നദാനമൊക്കെ ഉണ്ടല്ലോ, അവിടുന്ന് വാങ്ങിയാണോ? അന്നദാനത്തിൽ നിന്ന് വാങ്ങിയതാ. നമ്മുടെ ഞങ്ങൾക്ക് എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്, അതറിയില്ലായിരുന്നു. പൊങ്കാലയ്ക്ക് എല്ലാം കൊണ്ടുവന്നു. ഞങ്ങൾ അവിടുന്ന് കല മാത്രമേ മേടിച്ചുള്ളൂ. വേറെ കടക്ക് അടുത്ത കൊല്ലം ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഒന്നിനും ബുദ്ധിമുട്ടില്ലാന്ന്. പൈസ മാത്രം കയ്യിൽ മതി. അപ്പം അടുത്ത പ്രാവശ്യം അങ്ങനെ വരുള്ളൂ. ഡ്രസ്സ് മാത്രം കൊണ്ടുവരുള്ളൂ. ഞങ്ങൾ കല ഇവിടുന്ന് മേടിച്ചു മാത്രം. ബാക്കി എല്ലാം കൊണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടി വന്നു. പക്ഷേ ഞങ്ങൾ അമ്മ അനുഗ്രഹിച്ചു. ഒരു തടസ്സം ഉണ്ടായില്ല. ട്രെയിനിൽ പോരും, ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി കിട്ടിയില്ല. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ അനുഗ്രഹിക്കുന്ന വെച്ച് തന്നെ പോകുമ്പോൾ ഞങ്ങൾ ഒരു കുഴപ്പമുണ്ടായില്ല. ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇനി പോകുമ്പോൾ അനുഗ്രഹിക്കും. സന്തോഷം.